നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ലീഗ് 1 കിരീടം PSG സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുണ്ടസ് ലീഗ കിരീടം ബയർ ലെവർക്യൂസനും ഇറ്റാലിയൻ ലീഗ് കിരീടം ഇന്റർ മിലാനും കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്പാനിഷ് ലീഗ് കിരീടത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, അഥവാ ലാലിഗയുടെ കാര്യത്തിലേക്ക് വന്നാൽ, റയൽ മാഡ്രിഡ് ഇപ്പോൾ കിരീടം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനാണ് യൂറോപ്യൻ ഗോൾഡൻ ഷൂ പുരസ്കാരം സമ്മാനിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ തവണ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഏർലിംഗ് ഹാലൻഡ് ആണ് അത് നേടിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഹാരി കെയ്ൻ ആണ്. ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉള്ള താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ വരുന്നു. 35 ഗോളുകൾ അദ്ദേഹം ലീഗിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ മറികടക്കുക എന്നുള്ളത് ഇനി എതിരാളികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് PSG-യുടെ കിലിയൻ എംബപ്പയാണ് വരുന്നത്, 26 ഗോളുകൾ. മൂന്നാം സ്ഥാനത്ത് സ്റ്റുട്ട്ഗർട്ടിന്റെ സെർഹോ ഗിറാസി വരുന്നു, 25 ഗോളുകൾ. നാലാം സ്ഥാനത്ത് RB ലീപ്സിഗിന്റെ ലോയിസ് ഒപ്പണ്ട വരുന്നു, 24 ഗോളുകൾ. ഇന്റർ മിലാന്റെ അർജന്റീൻ സൂപ്പർ താരമായ ലൗട്ടാറോ മാർട്ടിനസ് ആണ് അഞ്ചാം സ്ഥാനത്ത് വരുന്നത്, 23 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഏർലിംഗ് ഹാലൻഡ് 6ആം സ്ഥാനത്ത് വരുന്നു, 21 ഗോളുകൾ. ചെൽസിയുടെ കോൾ പാൽമർ 20 ഗോളുകൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രമായി കൊണ്ട് നേടിയിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയുടെ ഒല്ലി വാറ്റ്കിൻസ് ആണ് 8ആം സ്ഥാനത്ത് വരുന്നത്, 19 ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ഐസക് 19 ഗോളുകൾ നേടിക്കൊണ്ട് 9ആം സ്ഥാനത്തുണ്ട്. ബേൺമൗത്തിന്റെ സൂപ്പർ താരമായ ഡൊമിനിക് സോളങ്കെ 18 ഗോളുകൾ നേടിക്കൊണ്ട് 10ആം സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്നത്. നിലവിൽ ഹാരി കെയ്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ ഈ ഒരു പുരസ്കാരം നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.